നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളുണ്ടല്ലോ, വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണെന്നാണ് പൊതുവെ പറയുന്നത്. നന്നായി വസ്ത്രം ധരിക്കാനും ശാരീരിക ശുദ്ധി നിലനിർത്താനുമൊക്കെ പരിശ്രമിക്കുന്ന മലയാളി സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ ദിവസവും കൃത്യമായി വസ്ത്രങ്ങൾ മാറി കുളിച്ച് ജീവിക്കുന്ന ഒരു ശീലം ഭൂരിഭാഗം മലയാളികൾക്കുമുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അലക്കും കുളിയും പൊതുവെ കൂടുതലുള്ള ഒരു വിഭാഗമാണ് എന്നാണ് നമ്മെക്കുറിച്ച് മറ്റ് സംസ്ഥാനക്കാർ പറയുന്നത്. കേരളത്തിലെ മിക്കവാറും വീടുകളിലും വാഷിംഗ് മെഷീനുകളുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ വസ്ത്രങ്ങളുടെ അലക്കിനെ കുറിച്ചാണ്. നമ്മൾ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികൾ പുറത്തെടുക്കുമ്പോൾ അതിന് നല്ല സുഗന്ധവും വെണ്മയും ഒക്കെ അനുഭവപ്പെടാറില്ലേ? അലക്കിയ വസ്ത്രം നമുക്ക് വലിയ ആത്മവിശ്വാസം തരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം അറിയുക, നിങ്ങൾ ആ വാഷിംഗ് മെഷീനിൽ നിന്ന് പുറത്തെടുത്ത വസ്ത്രങ്ങൾ നിങ്ങൾ കരുതുന്നത്ര സുരക്ഷിതമല്ല. നിങ്ങളുടെ അലക്ക് യന്ത്രം മാരകമായ ബാക്ടീരിയകളുടെയും ക്യാൻസർ വരെ ഉണ്ടാക്കിയേക്കാവുന്ന രാസവസ്തുക്കളുടെയും ചിലപ്പോൾ ഒരു മരണക്കെണിയുടെയും ഉറവിടമാണെന്ന് നിങ്ങൾക്കറിയാമോ? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഓരോ മലയാളി കുടുംബവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് ടൈം മീഡിയ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഇത് വെറുമൊരു അറിവല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആധുനിക ഗവേഷണങ്ങളുടെയും കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ പുറമേ കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉള്ളതാണെങ്കിലും വാഷിംഗ് മെഷീനിലെ ഏറ്റവും വലിയ ഭീഷണി അതിനുള്ളിലെ ബയോഫിലിമുകളാണ്. ഡ്രമ്മിന്റെ പുറകിലും റബ്ബർ ഗാസ്കറ്റുകളിലും രൂപപ്പെടുന്ന വഴുവഴുപ്പുള്ള ഒരു പാളിയാണിത്. ഇനി നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. സാധാരണ ഡിറ്റർജന്റുകൾക്കോ ചെറിയ ചൂടുവെള്ളത്തിനോ ഇവയെ നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചില പഠനങ്ങൾ പറയുന്നത് ആശുപത്രികളിൽ മാത്രം കാണപ്പെടുന്ന മാരകമായ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ പോലും നമ്മുടെ മെഷീനുകളിൽ വളരുന്നുണ്ട് എന്നാണ്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഡോക്ടർമാരോ നഴ്സുമാരോ ഉള്ള വീടുകളിൽ അവരുടെ യൂണിഫോം സാധാരണ തുണികൾക്കൊപ്പം കഴുകുന്നത് വഴി ആശുപത്രിയിൽ നിന്ന് ലഭിച്ച അണുക്കൾ വീട്ടിലെ മറ്റംഗങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. ഇത് ശരിയായ ഒരു കാരണമാണല്ലോ. സൂഡോമോണസ് ക്ലിപ്സിയെല്ല പോലുള്ള ബാക്ടീരിയകൾ ന്യൂമോണിയയ്ക്കും മൂത്രാശയ അണുബാധയ്ക്കും കാരണമാകുന്നുണ്ട്. വസ്ത്രങ്ങൾക്ക് തിളക്കം നൽകുന്ന ഒപ്റ്റിക്കൽ ബ്രൈറ്റനറുകൾ, സുഗന്ധം നൽകുന്ന ഫ്രാഗ്രൻസുകൾ എന്നിവ ചർമ്മരോഗങ്ങൾക്ക് പ്രധാന കാരണമാണ്. ഡിറ്റർജന്റുകളിലെ ഡയോക്സിൻ പോലുള്ള വസ്തുക്കൾ ക്യാൻസറിന് വരെ കാരണമാകുമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് പണ്ടേ തന്നിട്ടുണ്ട്. പലർക്കും തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, തടിപ്പുകൾ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ശ്വാസമുട്ടൽ എന്നിവയുടെ ഉറവിടം വാഷിംഗ് മെഷീനിൽ അവശേഷിക്കുന്ന ഡിറ്റർജന്റ് അവശിഷ്ടങ്ങളാകാനും ഇടയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം അവരുടെ ശ്വാസകോശത്തെ ബാധിച്ചേക്കാം. കേൾക്കുമ്പോൾ ഭയം തോന്നുമെങ്കിലും വാഷിംഗ് മെഷീനുകൾ കുട്ടികൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഒരു മരണക്കെണിയാകുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? പ്രത്യേകിച്ചും ഫ്രണ്ട് ലോഡ് മെഷീനുകൾ. ഇവ വായുസഞ്ചാരമില്ലാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളുടെ കുസൃതിയുള്ള കുട്ടികൾ ഇതിനുള്ളിൽ കളിക്കാൻ കയറുകയും വാതിലടയുകയും ചെയ്താൽ ശ്വാസം കിട്ടാതെ മരണം വരെ സംഭവിക്കാം. ചിലരൊക്കെ ഇങ്ങനെ പറയും, ഇയാൾ വെറുതെ മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് പറയുകയാണ്, ഇങ്ങനെയൊക്കെ വല്ലതും സംഭവിക്കുമോ എന്ന്. എങ്കിൽ കേട്ടോളൂ, നമ്മുടെ കേരളത്തിൽ ചേർത്തലയിലും മറ്റും നടന്ന ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് നാം കണ്ടതാണ്, പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതുമാണ്. അതുപോലെ ഡൽഹിയിലെ രോഹിണിയിൽ ഇരട്ടക്കുട്ടികൾ മെഷീനിൽ വീണ് മരിച്ച വാർത്തയും നമ്മുടെ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞതാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയൊരു ദുരന്തത്തിന്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. വല്ലാതെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ശരിയായ ചില ശീലങ്ങൾ നിങ്ങളെ ഈ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യാനാകുന്ന ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം. ഒന്ന്, ഡീപ്പ് ക്ലീനിങ് ആണ്. ശ്രദ്ധിക്കുക, മാസത്തിലൊരിക്കൽ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൽ 1 കപ്പ് ബ്ലീച്ച് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് ഏറ്റവും ഉയർന്ന നിലയിൽ ആ മെഷീൻ ഒന്ന് പ്രവർത്തിപ്പിക്കുക. രണ്ടാമതായി, വാഷിംഗ് മെഷീൻ്റെ വാതിലുകൾ തുറന്നിടുക. അലക്ക് കഴിഞ്ഞ ഉടൻ വാതിൽ അടയ്ക്കരുത്. കുറഞ്ഞത് 1 മണിക്കൂർ വരെ തുറന്നിടുന്നത് പൂപ്പൽ വളരുന്നത് തടയും. മൂന്നാമതായി, നിങ്ങളുടെ ഡിറ്റർജന്റിനെ നിങ്ങളൊന്ന് പരിശോധിക്കണം. അമിതമായി ഡിറ്റർജന്റ് ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ഗുണത്തെക്കാൾ ദോഷമേ ചെയ്യുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ തൊലിപ്പുറത്തും നമ്മുടെ വസ്ത്രങ്ങളിലും കേടുപാടുകൾ ഉണ്ടാക്കാൻ മാത്രമേ അമിതമായ ഡിറ്റർജന്റിന്റെ ഉപയോഗം നമുക്ക് ഗുണപ്പെടുകയുള്ളൂ. സാധിക്കുമെങ്കിൽ പ്രകൃതിദത്തമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി കൊച്ചുകുട്ടികൾ, അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ കുസൃതി കുട്ടികളുള്ള വീടുകളാണെങ്കിൽ മെഷീൻ ഉപയോഗിക്കാത്തപ്പോൾ എപ്പോഴും ചൈൽഡ് ലോക്ക് സംവിധാനം ഓണാക്കി വെക്കണം. ശുചിത്വം എന്നത് വസ്ത്രത്തിന്റെ വെളുപ്പ് മാത്രമല്ല, അത് ആരോഗ്യവും സുരക്ഷയുമാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ പങ്കുവയ്ക്കണം. അവരുടെ സുരക്ഷയും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.